ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായി ഉള്ള ക്വിസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നൊരു പുതിയ സെക്ഷൻ ആരംഭിക്കുകയാണ്, ബോണസ് ക്വസ്റ്റ്യൻ. അത് വീഡിയോയുടെ അവസാനമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ആൻസർ കമൻറ്റായി ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പുക്കൂടൻ. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം ഗ്രീൻ പീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം സൈലന്റ് സ്പ്രിംഗ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? ഉത്തരം വേപ്പ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? 1966. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? ഉത്തരം കുറിഞ്ഞിമല. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലുള്ള തെന്മല. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. അതാണ് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ. ഉത്തരം ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ പിൻ ചെയ്ത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.